Hi all. So, welcome to another session. We will discuss experimental skills. So, experimental skills actually നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച കൺസെപ്റ്റുകളെല്ലാം പ്രാക്ടിക്കലിൽ നിങ്ങൾ +1 +2 ചെയ്ത പ്രാക്ടിക്കലിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ പെൻഡുലം എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടോ, അവിടെ നിങ്ങൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ 2.L/g ആണ്. അതിന്റെ ഒരുപാട് നമ്പർ ഓഫ് ഓസിലേഷൻസ് എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് എക്സ്പെരിമെന്റിൽ നമുക്ക് വാല്യൂസ് കിട്ടുന്ന ഒരു ഐഡിയ ആണ് ശരിക്കും എക്സ്പെരിമെന്റ് സ്കിൽസിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെർണിയർ കാലിപ്പർ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ശരിക്കും വെർണിയർ കാലിപ്പർ യൂസ് ചെയ്യുന്നത്? അതിപ്പോൾ ഒരു ബീക്കറിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിരിക്കും. ഒരു വയറിന്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ അതിന്റെ ഇത് കണ്ടുപിടിക്കാൻ, അതിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്ക്രൂ ഗേജ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് എക്സ്പെരിമെന്റിൽ എങ്ങനെ അതിന്റെ ഐഡിയ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് എക്സ്പെരിമെന്റ് സ്കിൽസിൽ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെയും കോമൺലി അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ ഐഡിയ ആണ്. അതായത് എന്താണ് ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഈ കൺസെപ്റ്റ്, വിച്ച് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. എന്താണ് തിയറി ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടി ഒരു റിവിഷൻ പോലെ മാത്രമേ ഇതിനെ എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. സോ ലെറ്റ്സ് ബിഗിൻ. സോ ക്ലാസ് 11 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ക്ലാസ് 11 നിങ്ങൾ വെർണിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ്, അതേപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ പെൻഡുലത്തിന്റെ എക്സ്പെരിമെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു ഐഡിയ ആണ് ശരിക്കും നമ്മൾ ഇവിടെ കൺവേ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ട്രേറ്റ് ടു വെർണിയർ കാലിപ്പർ ആണ്. സോ വെർണിയർ കാലിപ്പർ നിങ്ങൾ ലാബുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ആണല്ലേ ഈ വെർണിയർ കാലിപ്പർ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു വലിയൊരു സ്കെയിലുണ്ട്. ഈ വലിയ സ്കെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ സ്കെയിൽ എന്ന് പറയും. അതേപോലെ തന്നെ മൂവബിൾ ആയിട്ടുള്ള ഈ ലോക്കിംഗ് സ്ക്രൂ, എനിക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ മൂവബിൾ ആയിട്ടൊരു സ്കെയിൽ ഉണ്ടാവും. അതാണ് ശരിക്കും എൻ്റെ വെർണിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഓരോ വെർണിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിലിലും ഓരോരോ ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മെയിൻ സ്കെയിൽ ഡിവിഷൻസ് എന്നാണ്. എന്താണ് മെയിൻ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറയും. ഓർമ്മയുണ്ടോ? മെയിൻ സ്കെയിൽ ഡിവിഷൻ. സിമിലർലി ഓരോ വെർണിയർ കാലിപ്പർ എടുത്താലും അവിടെ എന്തുണ്ടാകും? വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് ഉണ്ടാകും. അതിനെ നമ്മൾ VSD എന്നും വിളിക്കാറുണ്ട്. ശരി, ഈ MSDയും VSDയും കൂടെ കമ്പൈൻഡ് എഫക്റ്റിലാണ് നമ്മൾ ആ വെർണിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് നമ്മൾ പറയുക. അപ്പോൾ നമ്മുടെ ഒരു വെർണിയർ കാലിപ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ വെർണിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ വെർണിയർ കാലിപ്പർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് ആണ് ലീസ്റ്റ് കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എൻ്റെ കയ്യിലൊരു സിലിണ്ടറിക്കൽ ബീക്കർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ സിലിണ്ടറിക്കൽ ബീക്കറിന്റെ ഡയമീറ്റർ എനിക്ക് അളക്കണം. ഈ സിലിണ്ടറിക്കൽ ബീക്കറിന്റെ ഡെപ്ത് എനിക്ക് അളക്കണം. എന്തിനു വേണ്ടിയാണ്? ഇവരുടെ വോളിയം കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു സിലിണ്ടറിലെ കേസിലെ വോളിയം πr²h എന്ന് നമുക്കറിയാം. ആ ഡയമീറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ ആറിന് പകരം d കൊടുക്കാം. πd²/d/2 ആണ്. r എന്ന് പറഞ്ഞാൽ d/2 ആണ്. അപ്പൊ πd²/4 × h. അപ്പൊ ഇവിടുന്ന് എനിക്ക് ഡയമീറ്ററും ഹൈറ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ എനിക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? ഇവിടെ അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒരു ബീക്കർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ എനിക്ക് ആരെ യൂസ് ചെയ്യാം? വെർണിയർ കാലിപ്പർ യൂസ് ചെയ്യാം. വെർണിയർ കാലിപ്പർ യൂസ് ചെയ്യാനുള്ള കാരണം കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെന്റ് ആയിരിക്കും ഇവർ എന്ത് ചെയ്യുക, തരിക. അപ്പൊ ആദ്യമേ ചെയ്യേണ്ട പ്രോസസ്സ് നിങ്ങൾക്കറിയാം. ഈ ലോക്കിംഗ് സ്ക്രൂ എന്ത് ചെയ്യണം? ഒന്ന് ഊരണം. ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമേ ഒരു എക്യുപ്മെന്റും വെക്കാതെ ടൈറ്റ് ആക്കി ഈ വെർണിയർ സ്കെയിലും നമ്മുടെ MSDയും ദാറ്റ് ഇസ് മെയിൻ സ്കെയിലും കോയിൻസൈഡ് എന്ന രീതിയിൽ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് പോലും വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക? ഇവരെ വെക്കുക. അങ്ങനെ വെക്കുമ്പം ഈ സീറോയും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനെയാണ് അവിടെ സീറോ എറർ ഒന്നും ഇല്ല എന്ന് പറയുന്നത്. ഈ മെയിൻ സ്കെയിലിലെ സീറോയും വെർണിയർ സ്കെയിലിലെ സീറോയും ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്താൽ നമ്മൾ പറയും അവിടെ സീറോ എറർ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അഥവാ അവർ കോയിൻസൈഡ് ചെയ്തില്ല, ഇതുപോലെയാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീറോ എറർ ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ മെഷർമെന്റ് ഒന്നും എടുക്കാത്ത സമയത്ത് ഇതാണ് എൻ്റെ മെയിൻ സ്കെയിൽ ഡിവിഷൻ. ടു ദ റൈറ്റിലാണ് നമ്മുടെ വെർണിയർ സ്കെയിലിന്റെ സീറോ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പറയും അത് പോസിറ്റീവ് സീറോ എറർ ആണെന്ന് പറയും. എന്താ പറയുക? പോസിറ്റീവ് സീറോ എറർ ആണെന്ന് പറയും. അതേസമയം ഇവിടെ സീറോ ഉണ്ട്, ടു ദ ലെഫ്റ്റ് ഓഫ് ആണ് നമ്മുടെ വെർണിയർ കാലിപ്പറിന്റെ സീറോ ഇരിക്കുന്നത്. അത് നെഗറ്റീവ് സീറോ എറർ ആണ് എന്നാണ് പറയുക. അപ്പൊ എപ്പോഴും ഈ സീറോ എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോട്ടൽ റീഡിംഗ് എടുക്കുമ്പം നമ്മൾ മെയിൻ സ്കെയിലിന്റെ റീഡിങ്ങും എടുക്കും, അതേപോലെ വെർണിയർ സ്കെയിലിന്റെ റീഡിങ്ങും എടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക? ഈ സീറോ എറർ അവിടെ മൈനസ് ചെയ്യും. സീറോ എറർ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീറോ എറർ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സബ്ട്രാക്ട് ചെയ്യും. ഇപ്പം പോസിറ്റീവ് സീറോ ആണെങ്കിൽ പ്ലസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറർ 0.05 mm ആണ്, അല്ലെങ്കിൽ 0.5 mm ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പോസിറ്റീവ് സീറോ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. നെഗറ്റീവ് സീറോ ആണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ മെയിൻ റീഡിങ്ങിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റഡ് വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പം ശരിക്കും എന്താണെന്നറിയോ, രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ട്രൂ റീഡിങ് അല്ല, അവിടുത്തെ നമുക്ക് കിട്ടിയ റീഡിംഗ് എന്ന് പറയാം. കിട്ടിയ റീഡിംഗ് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വിളിക്കാം. അല്ലെങ്കിൽ മീൻ മെഷേർഡ് വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ എന്നൊക്കെ എനിക്ക് വിളിക്കാം. സോ ഈ മെഷേർഡ് വാല്യൂ എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ശരിക്കും MSR
പ്ലസ് VSR മാത്രമാണ്. മെയിൻ സ്കെയിൽ റീഡിങ്ങിൻ്റെ വെർനിയർ സ്കെയിൽ റീഡിങ്ങും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ മെഷേർഡ് വാല്യൂ. ഇനി അവിടുന്ന് കറക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞ് അവർ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും ഉണ്ട്, അവിടുന്ന് 0 എറർ കുറയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഇങ്ങനെ ഒരു മെയിൻ സ്കെയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, എറർ ഇത്രയാണെന്നൊക്കെ പറയുകയാണ്. വാട്ട് ഈസ് ദ മെഷേർഡ് വാല്യൂ ആൻഡ് വാട്ട് ഈസ് ദ കറക്റ്റഡ് വാല്യൂ? അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ മെഷേർഡ് വാല്യൂ ആണെങ്കിൽ എറർ ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റഡ് വാല്യൂ ചോദിക്കുമ്പോഴാണ് അവിടെ എറർ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ വെർനിയറിൽ പഠിച്ച ഡയറക്റ്റ് തിയറികളാണ് ജസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ ആണ്. വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ 1 MSD മൈനസ് 1 VSD. ഇനി ഇതുപോലത്തെ വെർനിയർ കാലിപ്പർ ആണ്, ദാറ്റ് ഈസ് 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ 9 മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ n വെർനിയർ സ്കെയിൽ ഡിവിഷൻ 1 കുറഞ്ഞ മെയിൻ സ്കെയിൽ ഡിവിഷൻ n-1 മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെർനിയർ കാലിപ്പർ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ലീസ്റ്റ് കൗണ്ട് വളരെ എളുപ്പം കണ്ടുപിടിക്കാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 MSD ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് എന്നാണ്. 1 MSD ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ആണ്. ഇത്രയേ ഉള്ള കാര്യം. ഇനി നമുക്ക് പഴയ പോലെ ടോട്ടൽ റീഡിംഗ് എടുക്കാം. സോ ടോട്ടൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമേ ഞാനിവിടെ നമ്മുടെ ബീക്കറിനെ കൊണ്ട് വെച്ചു. ഞാൻ ബീക്കറിൻ്റെ ഡയമീറ്റർ ആണ് ഇവിടെ അളക്കാൻ പോകുന്നത്. സോ ബീക്കറിൻ്റെ ഡയമീറ്റർ അളക്കാൻ വേണ്ടി ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് മെയിൻ സ്കെയിലിൽ 0-ൽ നിന്നും 1-ന്റെ ഈ പോർഷൻ വരെ ഇത്രയും ഭാഗമാണ് മെയിൻ സ്കെയിൽ എന്ത് ചെയ്തത്, വെർനിയർ വരെ എത്തുന്ന ഭാഗം. ഇത്രയും ഭാഗമാണ് അത് കവർ ചെയ്തത്. ആ റീഡിങ് ഞാൻ ആദ്യമേ എടുക്കുക. അപ്പോൾ എനിക്ക് മെയിൻ സ്കെയിൽ റീഡിങ് കിട്ടും. നമ്മൾ ലാബിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ മെയിൻ സ്കെയിൽ റീഡിങ് കണ്ടുപിടിക്കും. ഇനി വെർനിയർ സ്കെയിൽ റീഡിങ് കണ്ടുപിടിക്കണം. സോ വെർനിയർ സ്കെയിലിലെ 0 എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. അതിനുശേഷം ഇവിടെ ഏത് ഡിവിഷനാണ് മെയിൻ സ്കെയിലുമായിട്ട് പ്രോപ്പറായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. അത് വെച്ച് നമ്മൾ അവിടുത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷനും എഴുതി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റിൽ അത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അവരെന്ത് ചെയ്യാറുണ്ട്, ഡയറക്ട്ലി തരാറുണ്ട്. ഒന്നെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിങ് അവർ തരും. മെയിൻ സ്കെയിൽ റീഡിങ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 1.3 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ അവർ തരും കോയിൻസിഡൻസ് ഓഫ് വെർനിയർ സ്കെയിൽ എന്ന് പറയും. അല്ലെങ്കിൽ വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ എന്നും പറഞ്ഞ് VSDയുടെ വാല്യൂ തരും. 3ാമത്തെ ഡിവിഷനാണ് കോയിൻസൈഡ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് അവർ തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റീഡിങ് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ് ആണ്. മെയിൻ സ്കെയിൽ റീഡിംഗ് 1.3 സെന്റിമീറ്റർ ആണ്. വെർനിയർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ നമ്മുടെ വെർനിയർ സ്കെയിൽ ഡിവിഷനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ലീസ്റ്റ് കൗണ്ട് വിചാരിക്കുക. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 mm ആണ് എന്ന് വിചാരിക്കുക. 0.01 mm ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 3 ഡിവിഷൻ ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതും 3 × 0.01 mm അല്ലെങ്കിൽ 0.03 mm ആണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.003 സെന്റിമീറ്റർ എന്ന് എഴുതാം. സോ 1.3 + 0.003 എന്ന് എഴുതാം. അവിടുന്ന് 1.303 എന്ന ആൻസർ കിട്ടും. എൻ്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ എൻ്റെ ട്രൂ റീഡിങ് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ മെഷേർഡ് റീഡിങ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും എറർ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എറർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ആ ബീക്കർ അവിടെ വെക്കും. എന്നിട്ട് ഇവിടുന്ന് ആ റീഡിങ് വാല്യൂ നോക്കും. അതേപോലെ വെർനിയർ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ നോക്കും. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യും. ഇത് ഫോർ എക്സാമ്പിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ബീക്കർ ഇങ്ങനെ വെച്ചാൽ മതി, ഡെപ്ത് കണ്ടുപിടിക്കാൻ ബീക്കർ ഇങ്ങനെ ചരിച്ച് വെച്ചാൽ മതി. അങ്ങനെ 2-3 വാല്യൂസ് എടുക്കും. വാല്യൂസ് എടുത്തിട്ട് അവരുടെ ആവറേജ് എടുത്താണ് നമ്മുടെ ഒരു ടോട്ടൽ വാല്യൂയിലേക്ക് നമ്മൾ എത്തുക. ഇനി കോയിൻസൈഡിങ് വെർനിയർ ഡിവിഷൻ എഴുതും. അതിനുശേഷം നമ്മൾ VSR എഴുതും. സോ ഇവിടെ ഇതാണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ, ഇത് 3 ആണെന്ന് വിചാരിക്കാം. സോ വെർനിയർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ 3 × ലീസ്റ്റ് കൗണ്ട് എടുത്താൽ മതി. അടുത്ത ഇതെടുത്തപ്പോൾ എനിക്ക് കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ കിട്ടിയത് 2-ലാണ്. സോ 2 എഴുതും, 2 × ലീസ്റ്റ് കൗണ്ട് എന്ന് എഴുതും. അങ്ങനെ അവരുടെ മീൻ എടുക്കുക. എല്ലാം ചെയ്തിട്ട് നമുക്ക് അവസാനം ഒരു മെഷേർഡ് വാല്യൂ കിട്ടും, വിച്ച് ഇസ് MSR + VSR. MSR + VSR എടുത്തിട്ട് മീൻ ഡയമീറ്റർ അല്ലെങ്കിൽ മീൻ ഡെപ്തോ ഒക്കെ നമുക്ക് ചെയ്യാം. എറർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എറർ സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഡയമീറ്ററും കറക്റ്റ് ഡെപ്തും നമുക്ക് എന്ത് ചെയ്യാം, അത് എഴുതാം. അത് എററിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ നമ്മൾ കറക്റ്റ് ഡയമീറ്ററും കറക്റ്റ് ഡെപ്തും ഒക്കെ എഴുതുന്നത്. അതിനുശേഷം നമുക്ക് വോളിയം കണ്ടുപിടിക്കാം, വിച്ച് ഇസ് πd² h/4. അതാണ് എക്സ്പെരിമെന്റ് അനാലിസിസ് ആണ്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല. ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് ഇത്രയും റീഡിംഗ് എടുക്കാനോ അതിന്റെ മീൻ എടുക്കാനോ ഒന്നും ഒരിക്കലും ചോദിക്കത്തില്ല. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെയുള്ള വെർനിയർ സ്കെയിലിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദ വെർനിയർ സ്കെയിൽ യൂസ് ഫോർ മെഷർമെന്റ് ഹാസ് എ പോസിറ്റീവ് 0 error of 0.2 mm. ഇവിടെ 0 എറർ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. 0 error = പ്ലസ് പോസിറ്റീവ് എന്ന് എഴുതിക്കോണം. 0.2 mm ഞാൻ എഴുതി.
ഇഫ് വൈൽ ടേക്കിംഗ് എ മെഷർമെന്റ്, ഇപ്പോൾ മെഷർമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഇറ്റ് വാസ് നോട്ട് ദാറ്റ് സീറോ ഓൺ ദ വെർണിയർ സ്കെയിൽ ലൈസ് ബിറ്റ്വീൻ 8.5 ആൻഡ് 8.6 സെന്റിമീറ്റർ. അതായത് ആ സംഭവം, ആ എക്യുപ്മെന്റ് അവിടെ വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ വെർണിയർ സ്കെയില് ദൂരെ 8.5-നും 8.6-നും ഇടയിലേക്ക് പോയി. അതായത് നമ്മൾ റീഡിംഗ് എടുക്കുന്ന സമയത്താണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, റീഡിംഗ് എടുക്കുന്ന സമയത്ത് 0-ൽ നിന്നും 8.5 വരെ അത് മൂവ് ചെയ്തു ഉറപ്പായിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഇപ്പോൾ ആ വെർണിയർ സ്കെയിൽ ഇരിക്കുന്നത്. എന്ന് വെച്ച് ഇത്രയും മെയിൻ സ്കെയിലിൽ മാറ്റം ഉണ്ടായെന്നല്ലേ അർത്ഥം. അത്രയും മെയിൻ സ്കെയിലിൽ മാറ്റം ഉണ്ടായാൽ ആ തന്നിരിക്കുന്നത് ശരിക്കും മെയിൻ സ്കെയിലിന്റെ റീഡിംഗ് അല്ലേ, ഉറപ്പായിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടും മെയിൻ സ്കെയിൽ റീഡിങ്, ഉറപ്പായിട്ടുള്ള റീഡിങ് 8.5 സെന്റിമീറ്റർ ആണ്. 8.5-നും 8.6-നും ഇടയിലാണ്. അതിനർത്ഥം 8.5 വരെ അത് ഷുവറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മെയിൻ സ്കെയിൽ റീഡിങ് 8.5 എഴുതി. ആ സമയത്ത് ഏത് വെർണിയറുമായിട്ടാണ് അത് കോയിൻസൈഡ് ചെയ്യുന്നത്? 6th വെർണിയർ സ്കെയിൽ ഡിവിഷനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കോയിൻസൈഡ് ചെയ്യുന്നത്. ലീസ്റ്റ് കൗണ്ട് ഭാഗ്യത്തിന് ഇവർ തന്നിട്ടുണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 സെന്റിമീറ്റർ ആണ്. എല്ലാം സെന്റിമീറ്റർ ആൻഡ് എററിനെ ഞാൻ സെന്റിമീറ്ററിലേക്ക് എഴുതി. പ്ലസ് 0.02 സെന്റിമീറ്റർ, കാരണം മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാം, 10⁻⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ടോട്ടൽ റീഡിംഗ് കണ്ടുപിടിക്കാം. കറക്റ്റ് വാല്യൂ ഓഫ് മെഷർമെന്റ് എന്നാണ്. കറക്റ്റ് വാല്യൂ ഓഫ് മെഷർമെന്റ് എന്നാണ്, അല്ലാണ്ട് മെഷേർഡ് വാല്യൂ എന്നല്ല ചോദ്യം. കറക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എററിനെ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ എഴുതാം MSR പ്ലസ് VSR മൈനസ് 0 എററാണ്. അവിടെ MSR നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. VSR കണ്ടുപിടിക്കണം, വെർണിയർ സ്കെയിൽ ഡിവിഷനിൽ ലീസ്റ്റ് കൗണ്ട് മൈനസ് 0 എറർ. MSR 8.5 ആണ്. VSD 6 × 0.01 മൈനസ് 0 എറർ 0.02 ആണ്. സോ 8.5 പ്ലസ് 0.06 മൈനസ് 0.02. 8.5 പ്ലസ് 6-ന്ന് 2 പോയാൽ 4, 0.04 എന്ന് കിട്ടും. 8.54 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. 8.54 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. അതേസമയം മെഷേർഡ് വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് 8.56 ഇത് മാത്രം എടുത്താൽ മതി, എററിനെ എടുക്കണ്ട. മെഷേർഡ് വാല്യൂ ആയിരുന്നു അവിടെ ചോദിച്ചിരുന്നെങ്കിൽ 8.56 എന്നെടുക്കാമായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അവിടെ നിങ്ങൾ ഈ എക്സ്പെരിമെന്റൽ റിസൾട്ടിനാണ് അവിടെ ടേബിളൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് വെർണിയർ കാലിപ്പറിന്റെ ഒരു ബേസിക് ഐഡിയ. നമ്മൾ ഓൾറെഡി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ക്ലാസ്സുകളിൽ ഇൻസ്ട്രുമെന്റ്സിൽ പഠിക്കുന്നതാണ്. ഇത് തന്നെയാണ് സ്ക്രൂ ഗേജിന്റെ കേസിലും. ഒരു ഷീറ്റിന്റെ ഡയമീറ്റർ തിക്നെസ് ഒക്കെ അളക്കാൻ വേണ്ടി നമുക്ക് സ്ക്രൂ ഗേജിന് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ പ്രിസിഷൻ കൂടിയ ഇൻസ്ട്രുമെന്റ് ആണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്. നമ്മുടെ വെർണിയർ കാലിപ്പറിൽ മെയിൻ സ്കെയിൽ എന്ന് പറയുന്ന പോലെ സ്ക്രൂ ഗേജിലുള്ളത് പിച്ച് സ്കെയിലാണ് അല്ലെ. സ്ക്രൂ ഗേജിന്റെ കേസിൽ ഇങ്ങനെ ഒരു പിച്ച് സ്കെയിൽ കാണും, ഇവിടെ ഒരു സർക്കുലാർ സ്കെയിൽ കാണും. ഈ സർക്കുലാർ സ്കെയിലിനാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് ഈ സ്കെയിൽ, ഇത് നമ്മുടെ ലീനിയർ സ്കെയിലാണ്, ആ സ്കെയിലിൽ ഓരോരോ മാറ്റങ്ങൾ വരും. അതിനെയാണ് പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ കറക്കുന്ന സ്കെയിലാണ് നമ്മുടെ സർക്കുലാർ സ്കെയിൽ അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ എന്ന് പറയും. സോ സർക്കുലാർ സ്കെയിൽ റീഡിങ് അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ റീഡിങ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അങ്ങനെയാണ് നമ്മൾ സ്ക്രൂ ഗേജിന്റെ എക്സ്പെരിമെന്റ്സ് ചെയ്യാറുള്ളത്. സ്ക്രൂ ഗേജിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്നിട്ട് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഇങ്ങനെ ഒരു ഇതുണ്ടാകും. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഏതാണോ വയർ, ആ വയറിനെ നമ്മളവിടെ പ്ലേസ് ചെയ്യും. ഇവിടുത്തെ ബാക്കിലുള്ള ഇതിങ്ങനെ തിരിച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൊട്ടേഷനിലും, ഓരോ സർക്കുലാർ സ്കെയിലിന്റെ റൊട്ടേഷനിലും ഇവിടെ ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര മില്ലിമീറ്റർ വെച്ചിട്ട് നമ്മുടെ പിച്ച് സ്കെയിലിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഓരോ റൊട്ടേഷനിലും നമ്മുടെ പിച്ച് സ്കെയിലിലെ റീഡിങ്ങിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓരോ സർക്കുലാർ സ്കെയിലിന്റെ റൊട്ടേഷനും, സർക്കുലാർ സ്കെയിൽ ചിലപ്പോൾ 100 ഡിവിഷൻസ് ആവാം, ചിലപ്പോൾ 50 ഡിവിഷൻസ് ആവാം, അത് ക്വസ്റ്റ്യനിൽ പറയും. അപ്പം 100 ഡിവിഷൻസ് ഉള്ള ഒരു സർക്കുലാർ സ്കെയിൽ കംപ്ലീറ്റ്ലി തിരിയുന്ന സമയത്ത് പിച്ച് സ്കെയിലുണ്ടായ മൂവ്മെന്റ് ആണ്, റീഡിങ്ങിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? പിച്ച് എന്ന് വിളിക്കും ആണല്ലോ. അപ്പൊ ഇവിടെയും ഉറപ്പായിട്ടും ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. സോ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പിച്ച് എടുക്കും. പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസ്. അവിടെ നമ്മൾ പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ പിച്ചല്ല 1 MSD ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ എന്താണ് പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ. ഇങ്ങനെയാണ് ചെയ്യുക. മറ്റേടത്ത് MSR പ്ലസ് VSRന് പകരം ഇവിടെ നമ്മൾ ചെയ്യും MSR പ്ലസ് VSR മൈനസ് 0 എറർ. അത് ഇങ്ങോട്ട് വരുമ്പോൾ പിച്ച് സ്കെയിൽ റീഡിങ് പ്ലസ് സർക്കുലാർ സ്കെയിൽ റീഡിങ് മൈനസ് 0 എറർ. 0 എററിന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് പോസിറ്റീവ് നെഗറ്റീവ് എറർ വരാം, അതനുസരിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുമ്പം അത് ഡയറക്ട്ലി തരത്തില്ല. അത് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്യണം, മൈനസ് 0 എറർ ചെയ്യണം. ഇനി പിച്ച് സ്കെയിൽ റീഡിങ്ങും ചിലപ്പോൾ തരണം എന്നില്ല, ചിലപ്പോൾ ഡിവിഷൻസ് തരാം. അതായത് 5 ഡിവിഷൻസ് പിച്ച് സ്കെയിലിൽ മൂവ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിച്ച് സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു പിച്ച് ചെയ്താൽ നമുക്ക് പിച്ച് സ്കെയിൽ റീഡിങ് കിട്ടും. ഇൻ കേസ് അത് തന്നിട്ടില്ലെങ്കിൽ മാത്രം, ഫാർ കേസസ് ആണ്,
അങ്ങനെ വരത്തില്ല. എന്നാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം. പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ ഡിവിഷൻ ഉണ്ട് പിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ 5 ഡിവിഷൻസ് മെയിൻ സ്കെയിലിൽ മൂവ് ചെയ്തു. അപ്പോൾ ഒരു റൊട്ടേഷനിൽ മൂവ് ചെയ്യുന്നത് 1 mm ആണ്, പിച്ചാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ പിച്ച് ചെയ്താൽ നമുക്ക് പിച്ച് സ്കെയിൽ റീഡിംഗ്. അപ്പോൾ ഇത്രയുമാണ് സ്ക്രൂ ഗേജിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒബ്സർവേഷൻ. അത് തന്നെയാണ് ഈ പറഞ്ഞതും. കണ്ടോ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഒരു സ്ക്രൂ ഗേജിന്റെ പിച്ച് 1 mm ആണ്. 100 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ 1/100 0.01 mm ആണ് ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ലെങ്ത് വൺ ക്യാൻ മെഷർ യൂസിങ് ദ സ്ക്രൂ ഗേജ്. അപ്പോൾ ഒരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ലെങ്ത് ആണ് ഈ 0.01. അതൊരു ടൈപ്പ് ഓഫ് സ്ക്രൂ ഗേജ് ആണ്. ചിലപ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് സ്ക്രൂ ഗേജ് കാണും. 0.5 mm ആണ് അവിടുത്തെ പിച്ച്, 50 ഡിവിഷൻസ് ആയിരിക്കും. അപ്പോൾ 0.5/50 എന്ന് വരെങ്കിൽ 0.01 mm എന്ന് കിട്ടും. എത്രയാണ്? 0.01 mm. അപ്പം അങ്ങനെ അടുത്ത ടൈപ്പ് ഓഫ് സ്ക്രൂ ഗേജ്. അപ്പം അങ്ങനെ എന്താണ് പല ടൈപ്പ് ഓഫ് സ്ക്രൂ ഗേജിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പരിചയപ്പെടാവുന്നതേ ഉള്ളൂ. ശരി, ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കും, മീൻ വാല്യൂ എടുക്കും, എറർ ഉണ്ടെങ്കിൽ കറക്റ്റഡ് വാല്യൂ എടുക്കും. അത് നേരത്തെ പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എറർ എടുക്കും, കറക്റ്റഡ് വാല്യൂ എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. ഇത് സ്ക്രൂ ഗേജിന്റെ ഒരു ചോദ്യമാണ്. നമ്മൾ സാധാരണ സ്ക്രൂ ഗേജ് ചോദ്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഈ ക്വസ്റ്റിന് ഒരു ചെറിയ വെറൈറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചോദ്യം ഇതാണ്: യൂസിങ് സ്ക്രൂ ഗേജ് ഓഫ് പിച്ച് 0.01 cm ആൻഡ് 50 ഡിവിഷൻസ് ഓൺ സർക്കുലർ സ്കെയിൽ. അപ്പോൾ ഇവിടെ പിച്ച് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. പിച്ച് എന്ന് പറയുന്നത് 0.1 cm സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 50 ഡിവിഷൻസുമാണ്. ദ തിക്നെസ് ഓഫ് എൻ ഒബ്ജക്ട് ഈസ് മെഷർഡ്, ഇറ്റ് ഷുഡ് കറക്റ്റ്ലി ബി റെക്കോർഡ് ആസ് എന്നാണ്. ഇവിടെ കണ്ടോ, ഇവിടെ മെയിൻ സ്കെയിൽഡ് റീഡിംഗ് ഒന്നും തന്നിട്ടില്ല. എന്നിട്ട് 4 റീഡിങ്സ് അങ്ങ് തന്നിട്ട് ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് എന്താണ് എന്നാണ് ചോദ്യം. ഇത് വളരെ നല്ല ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം, നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക. ഇവർ തന്നിട്ടുണ്ടെങ്കിൽ പിച്ച് ഡിവൈഡ് ബൈ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ ചെയ്ത് നമുക്ക് ലീസ്റ്റ് കൗണ്ട് കിട്ടും. സോ പിച്ച് എത്രയാണ്? 0.1 cm/50 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10⁻⁻1/50. ഈ 50യുടെ ഒരു 0 കൂടെ അങ്ങോട്ട് പോകുമ്പോൾ 10⁻². 1/5 × 10⁻². 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. സോ 0.2 × 10⁻² എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0.002 സെന്റിമീറ്റർ ആണ് ലീസ്റ്റ് കൗണ്ട്. ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട്. അതായത് ബാക്കി എല്ലാ റീഡിങ്ങും ഈ ലീസ്റ്റ് കൗണ്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കത്തില്ലേ? ഇപ്പോൾ ഒരു ഡിവിഷനിൽ 0.002, 2 ഡിവിഷന്റെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ 0.002 × 2, 3 ഡിവിഷന്റെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ 0.002 × 3. കണ്ടോ? അപ്പോൾ ഓരോ ഡിവിഷനും ഈ ലീസ്റ്റ് കൗണ്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഈ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏത് ശരി എന്ന് ചോദിക്കുകയാണ്. പക്ഷെ മെയിൻ സ്കെയിൽ റീഡിംഗ് ഒന്നും തന്നിട്ടുമില്ല. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ലീസ്റ്റ് കൗണ്ടിന്റെ മൾട്ടിപ്പിൾ ഏതാണ് വരുന്നത്? സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ ലീസ്റ്റ് കൗണ്ടിന്റെ മൾട്ടിപ്പിൾ നോക്കാൻ പോവാണ്. അപ്പം 0.002 മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ഈവൻ നമ്പർ ആയിരിക്കണം. കാരണം 2ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അവിടെ ഓപ്ഷൻസിൽ ഈവൻ നമ്പർ അല്ലാത്തതിനൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞൂടെ? എലിമിനേറ്റ് ചെയ്യാം, ഇത് കളയാം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2.124 cm. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോകാം. സോ അടുത്ത എക്സ്പെരിമെന്റ് ഈ സിമ്പിൾ പെൻഡിലത്തിന്റെ എക്സ്പെരിമെന്റ് ആണ്. സിമ്പിൾ പെൻഡിൽ എക്സ്പെരിമെന്റിൽ ഇവിടെ നിങ്ങൾ എനർജി ഡിസിപ്പേഷനെ കുറിച്ചാണ് ശരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ ഡാംഡ് ഓസിലേഷൻ എന്ന് പറയും. കൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പെൻഡിലവും, അതായത് നമ്മളിപ്പോൾ സാധാരണ ക്ലാസ്സിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന പെൻഡിലോ ഒരിക്കലും ഒന്ന് തട്ടിവിട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ്ലി ആടിക്കൊണ്ടിരിക്കില്ല. കാരണം അതിനെതിരെ എയർ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ എയർ ആണ്, ഡ്രാഗ് ഫോഴ്സുകൾ ഉണ്ടാവാറുള്ളതാണ്. എയർ ആണ്, മീഡിയം, വാക്വം അല്ല. അവിടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ പെൻഡുലത്തിന്റെ മൂവ്മെന്റിന് എതിർ നമ്മൾ ഊഞ്ഞാലാടുവാണ്, ഊഞ്ഞാൽ കണ്ടിന്യൂസ്ലി ആടിക്കൊണ്ടിരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ ഓസിലേഷൻ നിൽക്കും. അപ്പൊ നമ്മളെല്ലാം പെർഫെക്റ്റ് ഓസിലേഷൻസിനെ കുറിച്ചാണ് ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. നാച്ചുറൽ ഓസിലേഷൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒക്കർ ചെയ്യുന്ന ഓസിലേഷൻസ് മിക്കതും ഈ ആടുന്ന എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പയ്യെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാംഡ് ഓസിലേഷൻസ് എന്ന് വിളിക്കും. എന്ത് ഓസിലേഷൻസ് ആണ്? ഡാംഡ് ഓസിലേഷൻസ് എന്ന് വിളിക്കും. ഈ ഡാംഡ് ഓസിലേഷൻസിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതാണ് ശരിക്കും ഈ എക്സ്പെരിമെന്റിൽ പഠിക്കുന്നത്. ആ ഗ്രാഫിന്റെ നേച്ചറാണ് മെയിൻലി എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഒരു ചെറിയൊരു ഇക്വേഷനും ഉണ്ട്. ആ ഇക്വേഷന്റെ ബേസിൽ ഒരു ചോദ്യമുണ്ട്. ഫാർ കേസസിൽ ചിലപ്പോൾ ആ ചോദ്യം ചോദിക്കാം. എന്നാൽ മാത്രം അതൊരു ധൈര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഇതായിട്ട് ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. So dissipation of energy by plotting a graph between the square of amplitude and time. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറും ടൈമും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിന്റെ നേച്ചർ എങ്ങനെയാണ്? ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ചിലപ്പോൾ ആ ഒരു ഗ്രാഫിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് ചോദിക്കാം. അതാണ് ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എന്തായാലും. സോ ജനറലി നമുക്കറിയാം, ഒരു
പ്രിൻസിപ്പിൾ, ഒരു സിമ്പിൾ പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവുകയും F=-kx ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലൊക്കെ പഠിച്ച T=2π√m/k. അതായത് ജനറലി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞ 2π√m/k എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ടൈം പീരീഡിന് പകരം T= ശരിക്കും 2π/ω ആണ്. 2π/ω=2π√m/k. ഇത് വെട്ടിക്കളഞ്ഞ ω=√km എന്ന് കിട്ടും. അല്ലെങ്കിൽ K=m⍵² എന്നൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊരു ജനറൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ്. x(t=a cos⍵t−5) അല്ലെങ്കിൽ a sin⍵t−5. ഇതിപ്പോൾ എക്സ്ട്രീം പൊസിഷനും സ്റ്റാർട്ട് ചെയ്ത cos⍵t−5 എന്നൊക്കെ നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻസ് ഒക്കെ അവിടെ നമ്മൾ പഠിച്ചതാണ്. അവിടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിലെ ടോട്ടൽ എനർജി പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ടോട്ടൽ എനർജി ഡ്യൂറിങ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ ½ m⍵²a² എന്നാണ്. ഈ ടോട്ടൽ എനർജി എപ്പോഴും എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്? കോൺസ്റ്റന്റ് ആണെന്നുമാണ് നമ്മൾ പഠിച്ചത്. ½ m⍵²a² കോൺസ്റ്റന്റ് ആണ്. m⍵² പകരം എനിക്ക് k എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എനർജി ½ k × a² എന്നും വിളിക്കാം. ഇതാണ് ഒരു നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഡ്രാഗ് ഫോഴ്സുകളോ റെസിസ്റ്റൻസോ ഒന്നും ഇല്ലാത്ത ഒരു ഓസിലേഷന്റെ ടോട്ടൽ എനർജിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഇക്വേഷൻ ആണ്. കണ്ടോ, ½ k a02. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഓസിലേഷൻസ് ഒബ്സർവ് ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്, അതായത് ഈ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ജനറലി ഉണ്ടായിരുന്ന ഇപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ആടിയ ഒരു പെൻഡുലം കുറച്ച് കഴിയുമ്പോൾ ഇവിടം വരെയാവും, ഇവിടം വരെയാകും, ഇവിടം വരെയാകും, ഇവിടം വരെയാവും, അങ്ങനെ വന്ന് നിൽക്കും. അതാണ് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ദാറ്റ് ഈസ് ഇങ്ങനെ വന്നിരുന്ന ഓസിലേഷൻ കുറഞ്ഞ് 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 അത് ഡാമ്പിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നേച്ചറിലാണ് ശരിക്കും ഡാമ്പിങ് സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ജനറലി പറയും ദ ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് ഇൻ എൻ ഐഡിയൽ പെൻഡുലം. ഐഡിയൽ പെൻഡുലത്തിന്റെ കേസിലാണ്, കാരണം ഇതിന് ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. അവിടെ ഐഡിയൽ പെൻഡുലത്തിന്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ട് സമയത്തിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ റിയൽ പെൻഡുലത്തിൽ ഈ സെവറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അങ്ങനെ പല ഫാക്ടേഴ്സ് മൂലം ശരിക്കും എന്ത് സംഭവിക്കാം? റിയൽ പെൻഡുലത്തിൽ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആവണം എന്ന് നിർബന്ധമില്ല. സമയത്തിനനുസരിച്ച്, കണ്ടോ, ഇത് DK ഇക്വേഷൻ ആണ്, സമയ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ആണ്, പക്ഷേ e⁻⁻λ ആണ്. എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കണ്ടോ, സമയത്തിനനുസരിച്ച് ഇതാണ് ആക്ച്വൽ ആംപ്ലിറ്റ്യൂഡ്. ഏറ്റവും ആദ്യത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് A0 എന്ന് പറയുന്നത്. ഇതാണ് A0. പക്ഷെ സമയത്തിനനുസരിച്ച് ഈ A0യുടെ വാല്യൂ എന്ത് ചെയ്യാം? കുറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ A(t=A0e⁻λt/2). അവിടെ T എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ അവിടെ ഡാമ്പിങ് നടക്കുന്ന ഒരു ഫാക്ടറാണ്. ഡാമ്പിങ് നടക്കുന്നത് മൂലം എഫക്ട് ചെയ്യുന്ന ഫാക്ടറിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അവിടെ ഡാമ്പിങ്ങിനെ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡാമ്പിങ് ആണ്, നിന്ന് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ലാംഡ എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ കാണിക്കുന്നത്. അപ്പം സമയത്തിനനുസരിച്ച് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ റിലേഷൻ. അപ്പോൾ ഉറപ്പായിട്ടും അത് എനർജി ഇക്വേഷനിൽ റിഫ്ലക്ട് ചെയ്യത്തില്ലേ? ആംപ്ലിറ്റ്യൂഡ് സമയത്തിനനുസരിച്ച് കുറഞ്ഞാൽ എനർജിയും കുറയത്തില്ലേ? E(t) എന്ന് പറഞ്ഞാൽ ½ k a² ആണ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ½ k × എയ്ക്ക് പകരം A0e⁻t/2 എന്ന് കൊടുക്കാം. A0നും സ്ക്വയർ വരും. എയ്ക്ക് പകരം A0e⁻λt² എടുത്തു. ഈ ½ k A0² എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം എനർജിയാണ്, വിച്ച് ഈസ് E0. അപ്പൊ E(t) എന്ന് പറഞ്ഞാൽ E0 × e⁻⁻λt എന്ന് വരും. സോറി, കണ്ടോ E(t) E0-λt എന്ന് എനിക്ക് എഴുതാം. ഈ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ഒരു ടൈം പീരീഡ് അല്ലാണ്ട് ന്യൂമറസ് ടൈം പീരീഡ് എടുക്കുമ്പം അവിടെ എന്ത് സംഭവിക്കുന്നു? ന്യൂമറസ് ടൈം പീരീഡ് എടുക്കുമ്പം ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ നോക്കുക. ഒരു ടൈം പീരീഡ് T ആണ്. അങ്ങനെ ഞാൻ കുറേ ഓസിലേഷൻസ് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഒരു ടൈം പീരീഡ് T ആണ്. ഞാൻ 5 ഓസിലേഷൻസ് എടുത്താൽ അതിനെ 5T എന്ന് വിളിക്കാം. അതാണ് ആൽഫ എന്ന കോൺസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഈ 2 ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡിന്റെ ജനറൽ റിലേഷൻ AT=A0e⁻λt/2. അതുപോലെ എനർജി ഇക്വേഷൻ നോക്കുക ET=e⁻⁻λt. അപ്പൊ ഇവിടെയും നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ്.
അതായത് നിങ്ങളോട് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ വെസസ് ടൈം ഗ്രാഫ് ചോദിക്കുകയാണ് നിങ്ങളുടെ എക്സാമിന്. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ വെസസ് ടൈം ഗ്രാഫ് ഒരു റിയൽ പെൻഡുലത്തിന്റെ കേസിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കും. ഐഡിയൽ പെൻഡുലത്തിലാണെങ്കിൽ അത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഫോർ ആൻ ഐഡിയൽ പെൻഡുലം. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് റിയൽ പെൻഡുലത്തിന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ സമയത്തിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് e⁻ ആണ്. എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ പോലെയാണ് വേരി ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ വേരി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആ ഗ്രാഫാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം സമയത്തിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു ഒരു റിയൽ പെൻഡുലത്തിന്റെ കേസിൽ, അല്ലെങ്കിൽ ഡാമ്പിങ് നടക്കുന്ന പെൻഡുലം തന്നെ ആവണമെന്നില്ല, ഡാമ്പിങ് നടക്കുന്ന ഓസിലേഷന്റെ കേസിൽ എനർജി എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പോണൻഷ്യലി ഡീകേ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പോലെയായിരിക്കും അത് വേരി ചെയ്യുക. ഇപ്പോൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ് ഈ എക്സ്പെരിമെന്റിൽ എന്ന് മാത്രം ഞാൻ പറയുന്നു, അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന്, ആംപ്ലിറ്റ്യൂഡ് ഒരു സമയം കഴിയുമ്പം അത് ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡിന്റെ e⁻ ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് റിലേഷൻ. അടുത്തത് ഇതേപോലെ എനർജിക്കും സംഭവിക്കും. E(t) എന്ന് പറയുന്നത് ഫസ്റ്റ് ഏറ്റവും മാക്സിമം എനർജി ഉണ്ട് e⁻ ഇങ്ങനെയാണ് അവിടെ എനർജി മാറുക. അപ്പോൾ ഇത് രണ്ടുമാണ് ജനറൽ റിലേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇവരുടെ ഗ്രാഫാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ തന്നെ ടൈം വെസസ് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണെങ്കിൽ ശ്രദ്ധിച്ചോണേ. അടുത്തത് ഇതേപോലെ തന്നെ എനർജി എടുത്താലും എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് ഇവിടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രാഫുകൾ എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഇതാണ് എക്സ്പെരിമെന്റിലും ചെയ്യുന്നത്. നമ്മൾ നമ്പർ ഓഫ് ഓസിലേഷൻസ് എടുക്കും, അത് വെച്ചിട്ട് അവിടുത്തെ ടൈം എടുക്കും, എത്ര ഓസിലേഷൻസ് നടത്തി, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം അത് ഇൻറ്റു എന്നും കൂടെ കൊടുക്കുമ്പോൾ അടുത്ത ടോട്ടൽ ടൈം കിട്ടും. നമ്മൾ ആ സമയത്ത് ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യും, അവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എടുക്കും, അവിടുന്ന് ½ എന്ന എനർജി ഇക്വേഷൻ കണ്ടുപിടിക്കും. ഫസ്റ്റ് എനർജി കണ്ടുപിടിച്ചത് എനിക്ക് കുറയ്ക്കും, അപ്പോൾ എനിക്ക് അവിടുത്തെ എനർജി ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടും. അതനുസരിച്ചാണ് നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അതൊരു എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ആ ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് അവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ശരി. ഇനി അതിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിക്കാം? ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, ഫാർ ചാൻസസ് ആണ്, അങ്ങനെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഐഡിയ ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സോ ഈ ചോദ്യം വരുന്നത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഡാംഡ് ഓസിലേറ്റർ ഡിക്രീസസ് ടു 0.9 ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ മാഗ്നിറ്റ്യൂഡ് ഇൻ 5 സെക്കൻഡ്സ് എന്നാണ്. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട്, അപ്പം ആദ്യമേ ആലോചിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡിന്റെ റിലേഷൻ ആണ്. സമയത്തിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ മാറുന്നു എന്ന റിലേഷനാണ് നിങ്ങളോട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം t എന്ന് പറഞ്ഞാൽ a0 e⁻ എന്നാണ്. അപ്പം നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. 5 സെക്കൻഡ് കൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡിന്റെ എത്ര ടൈംസ് ആയി മാറി? 0.9 ടൈംസ് ആയി മാറി എന്ന് പറയാം. 0.9 a0 ആയി മാറി എന്ന് എനിക്ക് പറയാം. ഇതെനിക്ക് ആ മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനത് ആദ്യമേ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെ. സോ എ എന്ന് പറഞ്ഞാൽ 0.9 a0 ആണ്. a0നെ ഞാൻ അതുപോലെ തന്നെ എഴുതി e⁻ ഇൻറ്റു എത്ര സമയം കൊണ്ട്? 5 സമയം കൊണ്ട്. അപ്പോൾ e⁻ ഇൻറ്റു 5/2 അല്ലെങ്കിൽ 5λ/2. അവിടെ ടിക്ക് 5 കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് 5λ/2 എന്ന് കിട്ടും. ശരിയാണല്ലോ, ഇത്രയും ശരിയാണല്ലോ. a0യും എനിക്ക് വെട്ടിക്കളയാം. അല്ലെങ്കിൽ 0.9 = e⁻5λ/2 ഇക്വേഷൻ നമ്പർ 1 എന്നും പറഞ്ഞ് ഞാൻ അവിടെ എഴുതി വെച്ചത് അവിടെ നിൽക്കട്ടെ. അടുത്തത്, ഇനി ഒരു 10 സെക്കൻഡും കൂടെ കഴിഞ്ഞപ്പോൾ, ഇപ്പം എത്ര സമയമായി? 10 സെക്കൻഡും കൂടെ ആയി. ഇപ്പം ടോട്ടൽ ടൈമാണ് എഴുതേണ്ടത്. ആദ്യമേ ഓൾറെഡി 5 സെക്കൻഡ് കഴിഞ്ഞിരുന്നു. ഇനിയൊരു 10 സെക്കൻഡും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ മൊത്തം എത്ര സമയമായി? 15 സെക്കൻഡ്. 15 സെക്കൻഡ് കൊണ്ട് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് a0ന്റെ ആൽഫ ടൈംസ് ആയി മാറി. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് തന്നെ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആൽഫ a0 ആണ്. ആൽഫ a0 = a0 ഇൻറ്റു e⁻15 ആണ്. 15λ/2 എന്ന് എഴുതി. ഒന്ന് വൃത്തിയാക്കുകയാണ് ഞാനൊന്നും കൂടെ. i0 ആൽഫ = e⁻15λ/2. വേഗം ഈസിയായിട്ട് കണ്ടുപിടിക്കുക. e⁻ കണ്ടതുകൊണ്ട് ഇത് പേടിക്കൊന്നും വേണ്ട. ഈ e⁻−15λ/2 എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ശരിക്കും e⁻x⁻y എന്ന് പറഞ്ഞ് e⁻x⁻y എന്നല്ലേ? a⁻m നമ്മുടെ ജനറൽ റിലേഷൻ. അപ്പം എനിക്കതിന് ഇങ്ങനെ എഴുതാം. ആൽഫ = e⁻5λ/2 എന്ന് എഴുതിക്കൂടെ? -5λ/2 എന്ന് എനിക്ക് ഇവിടെ എഴുതിക്കൂടെ? ശരിയല്ലേ? കാരണം ആ 3
അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 15 λ/2 തന്നെയാകും. ഈ e⁻⁵ λ/2 എന്ന് പറഞ്ഞാൽ 0.9 അല്ലേ? അപ്പോൾ എനിക്ക് എഴുതാം ആൽഫ ഈക്വൽ ടു 0.9 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. 9 9 സാർ 81. 81 × 9 ചെയ്യുക, 729 എന്ന് കിട്ടും. 3 0 ഉണ്ട്. അപ്പോൾ 3 0 വരുമ്പോൾ 0.729. 0.729 ആണ്. 0.729 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. കണ്ട് പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ആ 2 ഗ്രാഫുകളൊന്ന് നോക്കി വയ്ക്കുക. അത് പറ്റുമല്ലോ നിങ്ങളെ കൊണ്ട്? ഉറപ്പായിട്ടും പറ്റും. ഈ ഗ്രാഫ് നോക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നോക്കാം. പറ്റുമെങ്കിൽ ഇതും കൂടെ ഒന്ന് നോക്കുക. പറ്റുമെങ്കിൽ മാത്രം. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. നീറ്റിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചുകൂടായിക ഇല്ല എന്നല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്നൊരു അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്നത് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റ്സ്. നമ്മൾ 3 എക്സ്പെരിമെൻറ്റ്സ് ആണ് നിലവിൽ ഇപ്പോൾ പഠിച്ചത്. നമുക്കിനി അടുത്ത എക്സ്പെരിമെൻറ്റ് പഠിക്കാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എവിടെയാണ്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ? അതായത് നമ്മളൊരു മീറ്റർ സ്കെയിൽ തരും നമുക്ക്. ആ മീറ്റർ സ്കെയിലിലെ 2 എൻഡ് പോയിന്റ്സിൽ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അതായത് ഒരു മീറ്റർ സ്കെയിൽ കാണും, അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉണ്ടാവും. ഈ സ്കെയിലിലെ 2 എൻഡ് പോയിന്റ്സിൽ നമുക്ക് മാസ് എന്ത് ചെയ്യാൻ, തൂക്കിയിടാൻ, അല്ലെങ്കിൽ മാസ് ഹാങ് ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ടാവും. ഇതിനെ നമ്മളൊരു വെഡ്ജിൽ ബാലൻസ് ചെയ്യും. 2 മാസസിനെ വെച്ചിട്ട് വെഡ്ജിൽ ബാലൻസ് ചെയ്യും. ഇത് ഒരു മാസം നമുക്ക് നോൺ ആയിരിക്കും, ഒരു മാസം ഇതാണ് നോൺ സ്റ്റാൻഡേർഡ് മാസം, നമുക്ക് അറിയാവുന്ന മാസമായിരിക്കും. മറ്റേ മാസം നമുക്ക് നോൺ ആയിരിക്കത്തില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം യൂസിങ് എന്താണ്, ഈ ബാലൻസ് ആയി, ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ വെഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ബാലൻസ് ആയി ഈ എക്സ് ദൂരവും ഈ വൈ ദൂരവും നമ്മൾ ഈ സ്കെയിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് ദാറ്റ് ഈസ് അറിയാത്ത മാസ് ഡബ്ല്യു, ദാറ്റ് ഈസ് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് റൊട്ടേഷണൽ മോഷൻ്റെ ഒരു പോർഷൻ എന്ന രീതിയിലാണ് അത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു മീറ്റർ സ്കെയിലിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു അൺനോൺ മാസിനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഒരു ഐഡിയ. സോ ബേസിക്കലി നമുക്ക് പ്രിൻസിപ്പിൾ ഏറ്റവും അറിഞ്ഞിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത് അല്ലേ? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന, ഒരു റിജിഡ് ബോഡി സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് 0 ആണ്, നെറ്റ് ടോർക്ക് 0 ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ഇസ് ബേസിക്കലി സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ടോർക്സ് ആക്ടിങ് ഓൺ എ റിജിഡ് ബോഡി 0 ആണ് എന്ന കണ്ടീഷനാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. ഇവിടെ നോക്കുക, നെറ്റ് ടോർക്ക് 0 ആണ്. അതായത് ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യുന്ന ടോർക്കുകളും ആന്റി ക്ലോക്ക് വൈസ്, ഒരു വെഡ്ജ് ഉണ്ടെങ്കിലും അതിന് ഇപ്പുറത്ത് വരുമ്പം ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ വെയിറ്റ് ആണ് ഫോഴ്സ്, താഴേക്ക് ആക്ട് ചെയ്യുന്നു, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സിമിലർലി ഇവിടെ വെയിറ്റ് ആണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ക്ലോക്ക് വൈസ്, ഇതെന്ത് ഡയറക്ഷനാണ്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പം ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെയും ആന്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ എല്ലാം കൂടെ ആകെ തുക എടുക്കുമ്പോൾ 0 കിട്ടും. അല്ലെങ്കിൽ ടോർക്ക് ആക്ടിങ് ആന്റി ക്ലോക്ക് വൈസ് ഈക്വൽ ടു ടോർക്ക് ആക്ടിങ് ക്ലോക്ക് വൈസ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ സൈഡിലെ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ സൈഡിൽ. ആ രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിന്റെ ബേസിക് ഐഡിയ. ആ ഐഡിയ ഉപയോഗിച്ച് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു വെഡ്ജിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു വസ്തുവിനെ, ഒരു പ്ലാറ്റ്ഫോമിനെ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. ഒരു വെഡ്ജ് ഉപയോഗിച്ചാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഈ വെഡ്ജിലേക്ക് ഫസ്റ്റ് മാസിൽ നിന്നുള്ള ദൂരം 5 മീറ്ററും സെക്കൻഡ് മാസിൽ നിന്നുള്ള ദൂരം 10 മീറ്ററുമാണ്. കണ്ടുപിടിക്കേണ്ടത് അൺനോൺ മാസ് എമ്മിന്റെ വാല്യൂ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ 100 G വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും, അതുപോലെ ഇവിടെ mg വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ 2 ഫോഴ്സുകളും ടോർക്കുകളും ഇക്വേറ്റ് ചെയ്യണം എന്നാണ്. ആദ്യത്തെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോഴ്സ് 100 G ആണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5 ആണ്. രണ്ടാമത്തെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് mg ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 10 നമുക്ക് ഇവിടുന്ന് ജിയും ക്യാൻസൽ ആക്കാം. 500 ഈക്വൽ ടു 10 m എന്ന് കിട്ടും. ഒരു m ഈസ് ഈക്വൽ ടു 50 kg എന്ന് നമുക്ക് ആൻസർ ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു ഐഡിയയിലുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നീറ്റ് എക്സാമിന് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ 2021 നീറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഒന്ന് നോക്കിയേ, യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് 200 സെന്റിമീറ്റർ. ഇവിടെ നോക്കാം, ഒരു വെഡ്ജ് ഉണ്ട്, ഒരു റോഡ് തന്നിരിക്കുകയാണ്. ആ റോഡിന്റെ മൊത്തം നീളം 200 സെന്റിമീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആൻഡ് മാസ് 500 ഗ്രാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാറ്റ്ഫോമിന്റെ മാസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാസ് നിങ്ങൾ ഫിഗറിൽ കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അതായത് അവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകളുടെ മാസിനെ മാത്രമല്ല, തന്നിരിക്കുന്ന പ്ലാറ്റ്ഫോമിന് ഒരു മാസ് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എപ്പോഴും എവിടെയായിരിക്കും? ആ പ്ലാറ്റ്ഫോമിന് നേരെ നടുവിലായിരിക്കും. ഇപ്പൊ 200 സെന്റിമീറ്റർ ആണ് നീളമെങ്കിൽ 100 സെന്റിമീറ്ററിലായിരിക്കും അത് എന്ത് ചെയ്യാം, അതിന്റെ വെയിറ്റ് പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഈസ് ബാലൻസ്ഡ് ഓൺ എ വെഡ്ജ് പ്ലേസ്ഡ് അറ്റ് 40 സെന്റിമീറ്റർ മാർക്ക്. അപ്പൊ വെഡ്ജ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ റോഡിന്റെ 0 നിന്ന് തുടങ്ങിയാൽ 40 സെന്റിമീറ്റർ മാർക്കിലാണ് വെഡ്ജ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. A mass of 2 kg is suspended from the road at 20 centimeter.
And another unknown mass m is suspended from the road at 160 centimeter mark as shown in the figure. Find the value of m such that the road is in equilibrium. അപ്പോൾ ഇക്വിലിബ്രിയം ആണെന്ന് പറയുന്നുണ്ട്. ഇക്വിലിബ്രിയം ആണെന്ന് പറയുമ്പോഴാണ് നെറ്റ് ടോർക്ക് 0 ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിന്റെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ, ഇത് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് വെഡ്ജ് ആണ്, ദിസ് ഈസ് ഓ വെഡ്ജ്. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് മാസുകൾ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അവിടെ ഓൾറെഡി 2 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട്, m കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട്. അത് മാത്രമാണ് ഇവിടെ മാസായിട്ടുള്ളത്? അല്ല. ശരിക്കും ആ തന്നിരിക്കുന്ന റോഡിന്റെ മാസിനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കാണിച്ചിരിക്കണം. അത് കൃത്യം നടുവിലായിരിക്കും. അതായത് 0-ൽ നിന്നും 100 സെന്റിമീറ്റർ മാറി, ദാറ്റ് ഈസ് അല്ലെ, നേരെ നടുവിൽ 100 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ മാർക്കിൽ നമ്മുടെ ആരും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 500 × 10⁻³ 0.5 കിലോഗ്രാം. അപ്പം അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.5 g ആണ്. ഇതിന്റെ വെയിറ്റ് 2g ആണ്, ഇതിന്റെ വെയിറ്റ് mg ആണ്. അപ്പൊ ഇത്രയും ഫോഴ്സുകളാണ് ശരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ അത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി വെഡ്ജി എന്നുള്ള ദൂരം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാനത് ഒന്നും കൂടി പടത്തിനെ ഒന്ന് റീഡ്രോ ചെയ്യാണ്, കാരണം വെഡ്ജി എന്നുള്ള ദൂരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ വെഡ്ജ് ഇരിക്കുന്നത് 0-ൽ നിന്ന് 40 സെന്റിമീറ്റർ മാർക്കിലാണ്. അതേസമയം 20 സെന്റിമീറ്ററിലാണ് ഇവിടെ 2g എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, ഇവിടുന്ന് 20 സെന്റിമീറ്ററിലാണ് 2g. അപ്പൊ ഇങ്ങോട്ടുള്ള ദൂരം എത്രയായിരിക്കും? 40 - 20 വിച്ച് ഇസ് 20 സെന്റിമീറ്റർ. അപ്പൊ ഈ ദൂരം എനിക്ക് കിട്ടി 20 സെന്റിമീറ്റർ. ഇനി 0.5g ദൂരം കണ്ടുപിടിക്കണം. 0.5g ദൂരം കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് 40 സെന്റിമീറ്റർ മാർക്കും ഇത് 100 സെന്റിമീറ്റർ മാർക്കുമാണ്. അപ്പൊ ഈ ദൂരം എത്രയായിരിക്കും? 100 - 40 60 സെന്റിമീറ്റർ. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 60 സെന്റിമീറ്റർ. അടുത്ത 160 സെന്റിമീറ്ററിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ അടുത്ത മാസ് ഇരിക്കുന്നത്. 160 സെന്റിമീറ്ററിലാണ് നമ്മുടെ അടുത്ത മാസ് ഇരിക്കുന്നത്. സോ അടുത്ത മാസ് 160 സെന്റിമീറ്ററിലായതുകൊണ്ട് അതിനെ എനിക്ക് അവിടെ കാണിക്കാം. mg ആണ് വെയിറ്റ്. സോ ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടുന്ന് 40-ഉം 160-ഉം തമ്മിലുള്ള വ്യത്യാസം. ഇത് 40 പോയിന്റ് ആണ്, ഇത് 160 പോയിന്റ് ആണ്. അപ്പൊ ദൂരം എത്രയാണ്? 120 എന്ന് വരും. സോ 120 ആണ് വെഡ്ജ് എന്നുള്ള ദൂരം. അപ്പൊ എപ്പോഴും വെഡ്ജ് എന്നുള്ള ദൂരം നമ്മൾ എടുക്കണം, അല്ലേ? എടുക്കണം. ഇനി നമുക്ക് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും നോക്കാം. ക്ലോക്ക് വൈസിന്റെ ടോർക്കുകൾ എഴുതുക, ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസിന്റെ ടോർക്കുകൾ എഴുതുക, ഇക്വേറ്റ് ചെയ്യുക. ഉത്തരം കിട്ടി. സോ ഇവിടെ നോക്കുമ്പോൾ g 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആന്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്. അപ്പൊ രണ്ട് ഇക്വേറ്റ് ചെയ്യാം. ജസ്റ്റ് ഈക്വൽ ടു 0.5g ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് എത്രയാ? 60 സെന്റിമീറ്റർ പ്ലസ് mg ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് 120 ആണ്, ഈക്വൽ ടു 2g ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 20 ആണ്. സോ 0.5g എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇതിന് 60 എന്ന് കൊടുക്കാം. പ്ലസ് m എനിക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. g 10 കൊടുക്കുമ്പോൾ ഇത് 1200 എന്ന് വരും. ഇവിടെ 10 കൊടുക്കുമ്പോൾ 400 എന്നും കിട്ടും. 0.5 × 10 5 ആണ്, 5 × 60 300. 300 പ്ലസ് 1200 m ഈക്വൽ ടു 400 എന്ന് കിട്ടും. 1200 m ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. 400 - 300 or m ഈസ് ഈക്വൽ ടു 100/1200. 2 0 വെട്ടിക്കളഞ്ഞാൽ 1/12 കിലോഗ്രാം എന്ന ആൻസർ കിട്ടും. 1/12 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അതൊരു എക്സ്പെരിമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോപ്പർ ഇപ്പൊ m1 L1g, ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മാസ് m ആണ്, g. അപ്പൊ mg ഇൻറ്റു എക്സ് ഈക്വൽ ടു, ഇവിടെ അൺനോൺ മാസ് ആയതുകൊണ്ട് എനിക്ക് അറിയാത്തത് കൊണ്ട് അതിനെ എന്തെങ്കിലും പേര് വിളിക്കാം, ക്യാപിറ്റൽ എം എന്ന് വിളിക്കാം. ക്യാപിറ്റൽ എം വെയിറ്റ് g ആണ്, ഇൻറ്റു y എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. എനിക്ക് ഇവിടുന്ന് ക്യാപിറ്റൽ എം കണ്ടുപിടിക്കാം. ജിയും ക്യാൻസൽ ആയി ഉറപ്പായിട്ടും. സോ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു mx/y എന്ന് എഴുതിയാൽ മതി. ആ ഐഡിയ വെച്ചൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പല റീഡിങ്സ് എടുത്ത് ചെയ്യുന്നു എന്നത് മാത്രമാണ് ശരിക്കും എടുത്ത ഒബ്സർവേഷൻ. പക്ഷെ ചോദ്യം ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും. അത് ആക്ച്വലി നമ്മൾ തിയറി പഠിച്ചതിന്റെ ബേസിൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് റെസൊണൻസ് ടു അപ്പാരറ്റസ് ആണ്. സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മളൊരു വലിയൊരു PVC പൈപ്പ്, അതിനൊരു പകുതി ഭാഗം വെള്ളമായിരിക്കും, എന്നിട്ട് മുകളിലൊരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു അപ്പാരറ്റസ് കാണും. ആ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വഴി ഒരു വൈബ്രേഷൻ വരുമ്പോൾ ആ വൈബ്രേഷൻ മൂലം റെസൊണൻസ് കോളത്തിലൊരു വൈബ്രേഷൻ ഉണ്ടാവുകയും അത് റെസൊണൻസ്, അതായത് ട്യൂണിംഗ് ഫോർക്കിന് അതേ വൈബ്രേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ വൈബ്രേഷൻ ഉപയോഗിച്ച് നമുക്ക് അവിടുത്തെ വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. സംഭവം സത്യം പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഒരു PVC പൈപ്പ് ഉണ്ടാവും, ഒരു പൈപ്പ് ഉണ്ടാവും, വെള്ളം ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ വെള്ളം ഫില്ല് ചെയ്തൊരു പൈപ്പായിരിക്കും ഇത്. ഇവിടെ ഇങ്ങനെ ഒരു ഹോൾഡർ, ഇതിനിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഹോൾഡർ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ വൈബ്രേഷൻ, ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് വൈബ്രേഷൻസ് കൊടുക്കുക. സോ ആ വൈബ്രേഷൻ ഈ കിട്ടുന്ന ഈ പൈപ്പിന് കിട്ടുകയും ആ പൈപ്പ് വൈബ്രേറ്റ് ചെയ്യുകയും ആ പൈപ്പിൽ എന്താണ് ഈ പറഞ്ഞ പോലെ സ്റ്റേഷനറി വേവ്സ് ഉണ്ടാവും. കാരണം പൈപ്പുകളിൽ ഉണ്ടാകുന്ന ഓപ്പൺ പൈപ്പും ക്ലോസ് പൈപ്പിലൊക്കെ സ്റ്റേഷനറി വേവ്സ് ആണ് ഉണ്ടാവുക. ആ സ്റ്റേഷനറി വേവ്സിന്റെ ഫോർമേഷനും ആ ഫോർമേഷൻ വെച്ചിട്ട് എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും റെസൊണൻസ് ടു അപ്പാരറ്റസിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്.
സാധാരണ ഒരു റെസൊണൻസ് ട്യൂബ് അപ്പാരറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഒരു പൈപ്പ് ശ്രദ്ധിക്കുക. ഈ പൈപ്പിന്റെ ഈ എൻഡ് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ എൻഡ് ക്ലോസ്ഡ് ആണെന്ന് അർത്ഥം. ഈ എൻഡ് ഓപ്പൺ ആണ്, അതിലേക്കാണ് വൈബ്രേഷൻസ് വരുന്നത്. സോ ഇത് എന്ത് പൈപ്പിനെ റിസംബിൾ ചെയ്യുന്നുണ്ട് ശരിക്കും? ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ഒരു ക്ലോസ്ഡ് പൈപ്പ് ആണല്ലേ. അപ്പൊ ക്ലോസ്ഡ് പൈപ്പിൽ നിങ്ങൾ പഠിച്ച വൈബ്രേഷൻസ് തന്നെയാണ് ശരിക്കും ഒരു റെസൊണൻസ് കോളം അപ്പാരറ്റസ് പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. അത്രേ ഉള്ളൂ ഇവിടെ അറിഞ്ഞിരിക്കാൻ, അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കണ്ടോ? അപ്പൊ ക്ലോസ്ഡ് പൈപ്പിലെ വൈബ്രേഷൻ, ക്ലോസ്ഡ് പൈപ്പിലെ സ്റ്റേഷനറി വൈബ്രേഷൻസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് റെസൊണൻസ് കോൾ അപ്പാരറ്റസ് പഠിക്കാം. കാരണം റെസൊണൻസ് കോൾ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി റിസംബിൾസ് എന്താണ്? ഒരു ക്ലോസ്ഡ് പൈപ്പിനെ റിസംബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലോസ്ഡ് പൈപ്പിലെ ഫസ്റ്റ് ഹാർമോണിക് വൈബ്രേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹാർമോണിക് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു, ഒരു എൻഡ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കറിയാം ക്ലോസ്ഡ് എൻഡിൽ എപ്പോഴും നോഡുകളും ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡുമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വൈബ്രേഷൻ വരയ്ക്കാം. നോഡ് മിനിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആൻറ്റി നോഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വൈബ്രേഷൻ ഇതുപോലെയാണ് ഇരിക്കുക. കണ്ടോ? ഒരു നോഡും ആൻറ്റി നോഡും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടുത്തെ ദൂരം, ആ ദൂരം എനിക്ക് ലെങ്ത് കിട്ടിയ പൈപ്പിൻ്റെ, ആ പൈപ്പിനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെങ്ത് എനിക്ക് കിട്ടി. സോ പൈപ്പിൻ്റെ ആദ്യത്തെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തു, ലെങ്ത് L1. നോഡും ആൻറ്റി നോഡും തമ്മിലുള്ള വ്യത്യാസമാണ്, അത് λ/4 ഈക്വൽ ആയിരിക്കും എന്ന് എനിക്ക് എഴുതാം. കാരണം നോഡും ആൻറ്റി നോഡും തമ്മിലുള്ള ദൂരം λ/4 ആണ്, രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരം λ/2 ശരി, എനിക്ക് അവിടുന്ന് ലാംഡ എഴുതാം, = 4L എന്ന് എഴുതാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V/λ ആണ്, ഓർ V/4L എന്ന് കിട്ടും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇത് ക്ലോസ്ഡ് പൈപ്പിന്റെ സിമിലർ ഇക്വേഷൻ ആണ്. പുതിയതായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പഠിക്കുന്നില്ല. ക്ലോസ് പൈപ്പിന്റെ സിമിലർ എക്സ്പ്ലനേഷൻ തന്നെയാണ് ശരിക്കും ക്ലോസ്ഡ് പൈപ്പിന്റെ റെസൊണൻസ് കോളത്തിലേക്കും നമ്മൾ കൊടുക്കുക. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത് ആ ലെങ്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ ഞാൻ ഫ്രീക്വൻസി വൈബ്രേഷൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം എനിക്ക് മറ്റൊരു വൈബ്രേഷനാണ് കിട്ടിയത്. ആ വൈബ്രേഷന് അടുത്ത മോഡ് ഓഫ് വൈബ്രേഷൻ കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മോഡ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത മോഡുകൾ എഴുതണമെങ്കിൽ നോഡുകളുടെ എണ്ണം കൂട്ടി എഴുതിയാൽ മതി അല്ലേ. ഇപ്പോൾ ഒരു നോഡായിരുന്നു, ഇനി 2 നോഡ് വരയ്ക്കാം. ഈ ഭാഗത്ത് ആൻറ്റി നോഡായിരിക്കും എപ്പോഴും, കാരണം ഓപ്പൺ എൻഡിൽ എപ്പോഴും ആൻറ്റി നോഡായിരിക്കും ഉണ്ടാവുക. സോ ഞാൻ ഒരു നോഡും കൂടെ നടുക്ക് വരച്ചു. നോഡും തമ്മിലുള്ള വൈബ്രേഷൻ നിങ്ങൾക്കറിയാം ഇങ്ങനെയാണ്, കാരണം ഒരെണ്ണം രണ്ടും മിനിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ഇങ്ങനെ വരും വൈബ്രേഷൻ. നോഡും ആൻറ്റി നോഡും തമ്മിലാണെങ്കിൽ ഇങ്ങനെയും വരും. ശരിയല്ലേ? ശരി. അപ്പോൾ ഇപ്പോഴത്തെ പൈപ്പ് ലെങ്ത് എനിക്ക് മാറി L2 ആണ് കിട്ടിയത്, കാരണം അവിടെ വേവ് ലെങ്തിന് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നോക്കിയേ, 2 നോഡുകൾ തമ്മിലുള്ള ദൂരം λ/2, ഒരു നോഡ് ഒരു ആൻറ്റി നോഡ് തമ്മിലുള്ള ദൂരം λ/4, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3λ/4 എന്ന് കിട്ടും. 3λ/4 ആണ് ഇപ്പോഴത്തെ ലെങ്ത് വരുന്നത്. കണ്ടോ? അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഫ്രീക്വൻസി എഴുതാം, രണ്ടാമത്തെ ഫ്രീക്വൻസി. അപ്പോൾ എന്താ എഴുതാ? V/λ. ഇവിടുന്ന് ലാംഡ എഴുതാം, λ = 4L/3 എന്ന് എഴുതാം. സോ V/4L/3, 3V/4L എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യം ക്ലോസ് പൈപ്പിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഫസ്റ്റ് ഹാർമോണിക് വൈബ്രേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഹാർമോണിക് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 3 ടൈംസ് ആണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഇതിനെ തേർഡ് ഹാർമോണിക് എന്ന് വിളിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിലെ ഹാർമോണിക്സ് എന്ന് പറഞ്ഞ ഓർഡർ എങ്ങനെയാണ്? 1:3:5 etc. എന്നുള്ളതാണ്. അപ്പോൾ റെസൊണൻസ് കോളം അപ്പാരറ്റസ് പഠിക്കുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ നോക്കണമെന്ന്. ആദ്യത്തെ ലെങ്ത് λ/4 ഉണ്ടായത്, അടുത്ത ലെങ്ത് ഉണ്ടായത് 3λ/4 അടുത്ത ലെങ്ത് ഉണ്ടാവുന്നത് 5λ/4 ആണ്. ഇതാണ് റെസൊണൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്തുകളുടെ ഫോർമേഷൻ. ഇതാണ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലെങ്തുകൾ എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കണം. പിന്നെ ഒരു കാര്യം പഠിച്ചു വെക്കാൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത കാര്യമാണ്, ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. പിന്നെ അവിടുത്തെ ഫ്രീക്വൻസി ഫോർമേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ν1 എന്ന് പറഞ്ഞാൽ V/4L ആണ് എന്ന് പറഞ്ഞിരുന്നു. ν2 എന്ന് പറഞ്ഞാൽ അടുത്ത തേർഡ് ഹാർമോണിക്സ് ആണ്, അത് 3V/4L ആണെന്ന് പറഞ്ഞു. ν3 എന്ന് പറഞ്ഞാൽ അടുത്ത ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 5V/4L ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ എഴുതാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇതിലെ വെലോസിറ്റി ഇക്വേഷൻ ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെലോസിറ്റി ഇക്വേഷൻ V എന്ന് പറഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ വെലോസിറ്റി ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഞാൻ ഈ രണ്ട് L2 - L1 എന്ന് എടുക്കാമോ? L2 - L1 എത്ര കിട്ടുന്നതെന്ന് പറയാമോ? L2 - L1 = 3λ/4 മൈനസ് ഡിറൈവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം, -λ/4. അപ്പോൾ 2λ/4 എന്ന് കിട്ടും, അല്ലെങ്കിൽ λ/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടുന്ന് ലാംഡ എഴുതാം, 2 × L2 - L1. ഓക്കെ, അപ്പോൾ എനിക്ക് വേവ് ലെങ്തിന് ജനറൽ റിലേഷൻ കിട്ടും, 2 × L2 - L1 ആണല്ലോ, സമ്മതിച്ചു. നമുക്കറിയാം V = νλ ആണ്. അപ്പോൾ എനിക്ക് എഴുതാം V = ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ആണ്. ലാംഡ നമുക്ക് കിട്ടി 2 × L2 - L1. സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ലെങ്തുകൾ, റെസൊണൻസ് കോളത്തിന്റെ കോൺസിക്യൂട്ടീവ് ലെങ്തുകൾ തന്നിട്ട്, അതാണ് അതിന്റെ ഐഡിയ.
വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് അല്ലാതെ അറിയാം. പക്ഷെ ഇവിടെ എന്താണ് ഇതിനെ വേർതിരിച്ച് നിർത്തുന്നതെന്ന് വെച്ചാൽ റെസൊണൻസ് കോളത്തിന്റെ കോൺസിക്യൂട്ടീവ് ലെങ്തുകൾ നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ലെങ്തുകൾ വെച്ച് എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ഈ റിലേഷൻ ഉപയോഗിച്ചാണ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2nu ഇൻറ്റു L2 മൈനസ് L1 എന്ന് വരും. 2nu ഇൻറ്റു L2 മൈനസ് L1 എന്ന് പറഞ്ഞാൽ 2nu ഇൻറ്റു L2 മൈനസ് L1, 2nu ഇൻറ്റു L2 മൈനസ് L1. ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെങ്തുകൾ ഉണ്ടാകുന്ന ഫോർമേഷൻസ്, കോൺസിക്യൂട്ടീവ് ലെങ്തുകൾ ഉണ്ടാകുന്ന ഫോർമേഷൻസ് പറഞ്ഞിരിക്കുക. അത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയാണ് നമ്മൾ റെസൊണൻസ് കോളം അപ്പാരറ്റസ് ചെയ്യുന്നത്. കണ്ട ഒരു പക്ക ക്ലോസ്ഡ് പൈപ്പിന്റെ സ്റ്റാൻഡിംഗ് വേവ് ഫോർമേഷൻ ആണ്. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. അത് ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മുടെ റെസൊണൻസ് കോളം ഫോർമേഷൻ അവിടെ നമ്മുടെ വേവ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? കറക്റ്റ് ആന്റിനോഡ് ഈ പൊസിഷനിൽ നിൽക്കും, ഇത് നോഡ് ഈ പൊസിഷനിൽ നിൽക്കും. കറക്റ്റ് ഇങ്ങനെയാണ് ആ വേവ് ഫോം ചെയ്യുക. പക്ഷേ ഡ്യൂ ടു സെവറൽ അതർ ഫാക്ടേഴ്സ്, അതായത് പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ ഇതെല്ലാം വെച്ചിട്ട് വേവ് ഫോർമേഷൻ എപ്പോഴും പ്രോപ്പറായിട്ട് കറക്റ്റ് ഈ ലെങ്തിൽ തന്നെ വന്ന് നിൽക്കണമെന്നില്ല. ചിലപ്പം ഇങ്ങനെയും ആകാം. കണ്ടോ? അപ്പൊ ഇതായിരുന്നു ലെങ്ത് L1. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇയും കൂടെ വരും. ഈ ഇനെ വിളിക്കുന്ന പേരാണ് എൻ കറക്ഷൻ എന്ന് പറയും. അപ്പൊ ഇക്വേഷൻ ഒന്നും മാറ്റമൊന്നുമില്ല ഇവിടെ. ഇപ്പൊ L1 പ്ലസ് ഇക്ക് എനിക്ക് λ/4 എന്ന് കൊടുക്കാം. ഇത് ആദ്യത്തെ ലെങ്ത് ആണ്. രണ്ടാമത്തെ ലെങ്ത് L2 പ്ലസ് ഇ എന്ന് വരും. അത് 3λ/4 ആണ്. കണ്ടോ? അതിനകത്ത് എൻ കറക്ഷൻ എന്നൊരു ടേം കയറി വന്നു. ഇവിടെ എൻ കറക്ഷൻ കണ്ടുപിടിക്കാൻ L1 കണ്ടുപിടിച്ച് നമുക്ക് ഈസിയായിട്ട് എൻ കറക്ഷൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നോക്കിയാൽ മതി. അതാണ് എൻ കറക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്യും. സാധാരണ നീറ്റിന് അങ്ങനെ ചോദിച്ചിട്ടില്ല എൻ കറക്ഷൻ. ഫോർ എക്സാമ്പിൾ നീറ്റിന് ചോദിച്ച ഒരു കൺസെപ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇതുമായി ലിങ്ക് ചെയ്ത് നമുക്ക് ഇത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണേ. എയർ കോളം ക്ലോസ്ഡ് ടു വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് ദ അതർ റെസൊണേറ്റ്സ് വിത്ത് എ ട്യൂണിംഗ് ഫോർക്ക് എന്നാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഒരു ക്ലോസ്ഡ് പൈപ്പ് ട്യൂണിംഗ് ഫോർക്കുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നു. റെസൊണന്റ് കോളം അപ്പാരറ്റസ് പോലൊരു അപ്പാരറ്റസ് ആണ്. ദ സ്മോളസ്റ്റ് ലെങ്ത് ഓഫ് ദ കോളം ഈസ് 50 സെന്റിമീറ്റർ. സ്മോളസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ L1 ആണ്. L1 50 സെന്റിമീറ്റർ ആണെങ്കിൽ അടുത്ത ലാർജർ ലെങ്ത്, അപ്പം L1 കണ്ടുപിടിച്ചു, അടുത്ത L2 എന്താണ് എന്നാണ് ചോദ്യം. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസ് പൈപ്പിന്റെ കേസിൽ L1 എന്ന് പറഞ്ഞാൽ λ/4 ആണ്. L2 എന്ന് പറഞ്ഞാൽ 3λ/4 ആണ്. ഇങ്ങനെയാണ് ക്ലോസ് പൈപ്പിന്റെ കേസിലെ ലെങ്തുകൾ എന്ത് ചെയ്യുക, ഒക്കർ ചെയ്യുക. സോ ഇവിടെ എനിക്ക് കിട്ടും L1 ഈക്വൽ ടു λ/4 ആണ്. അതാണ് 50 സെന്റിമീറ്റർ. അപ്പൊ L2 ഈസ് ഈക്വൽ ടു 3λ/4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു λ/4 50 ആണ്. സോ 3 ഇൻറ്റു 50 എന്ന് വരും. അല്ലെങ്കിൽ 150 സെന്റിമീറ്റർ എന്ന് എഴുതാം. 150 സെന്റിമീറ്റർ എന്ന് വരും. ഓപ്ഷൻ ബി അല്ലേ ശരി ഉത്തരം. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2018 മറ്റൊരു രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ. ഓക്കെ, എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് റെസൊണൻസ് ഇൻ എ ഗ്ലാസ് ട്യൂബ്. The length of the air column in this tube can be adjusted by a variable piston. കണ്ടോ, ലെങ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അത് വെച്ച് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. റൂം ടെമ്പറേച്ചർ ഓഫ് 27 ഡിഗ്രി സെൽഷ്യസ് 2 successive resonances are produced at 20 and 73 സെന്റിമീറ്റർ ഓഫ് കോളം ലെങ്ത് എന്നാണ്. അപ്പോൾ എനിക്ക് രണ്ട് ലെങ്തുകൾ കിട്ടി. L1 20 സെന്റിമീറ്റർ ആണ്. L2 എന്ന് പറയുന്നത് 73 സെന്റിമീറ്റർ ആണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്, ഫ്രീക്വൻസി വന്നിട്ടുണ്ട് 320 ഹെർട്സ് ആണ്. കണ്ടോ, വെലോസിറ്റി ഓഫ് സൗണ്ട് ചോദിച്ചിരിക്കുകയാണ്. രണ്ട് കോൺസിക്യൂട്ടീവ് ലെങ്തുകൾ തന്നിട്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? ഉറപ്പായിട്ടും. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? V is equal to 2nu ഇൻറ്റു L2 മൈനസ് L1 ആണ്. 2 ഇൻറ്റു 320 ഇൻറ്റു 73, 20 പോയാൽ 53 ആണ്. സെന്റിമീറ്ററിന് 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം വരുന്നത് 339 അടുത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ ആക്ച്വലി ഒരു എക്സ്പെരിമെൻ്റൽ സ്കിൽസ് എന്നും പറഞ്ഞാൽ എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ശരിക്കും എന്തുമായിട്ട് ക്ലബ്ഡ് ആണ്. നിങ്ങൾ പഠിക്കുന്ന പോർഷൻസ് ആയിട്ട് ഓൾറെഡി ക്ലബ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. കാരണം നിങ്ങളിതൊക്കെ നിങ്ങളിതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് നമ്മളിവിടെ പഠിച്ചത് ആ എനർജി വേഴ്സസ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ആ ഒരു ഡയഗ്രാം ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ അതേ ഉള്ളൂ ശരിക്കും. അതല്ലാണ്ട് അതാണ് ചോദിച്ചിട്ടുമില്ല. പക്ഷേ എക്സ്പെരിമെൻ്റൽ സ്കിൽസ് എന്ന് പറഞ്ഞ് ജനറലി ചോദിക്കുന്നതെല്ലാം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ തിയറിയുമായിട്ട് ക്ലബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം കേട്ടോ. അതായത് നിങ്ങൾ നീറ്റിൻ്റെ സിലബസ് പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്പെരിമെൻ്റൽ സ്കിൽസിലെ ടോപ്പിക്കുകൾ നോക്കാം. എന്നിട്ട് ആ ടോപ്പിക്ക് അതിൻ്റെ തിയറി ആ കറസ്പോണ്ടിങ് ചാപ്റ്ററിൽ എവിടെയാണെന്ന് നോക്കി അതിന് കുറച്ചുകൊണ്ട് സ്ട്രെസ് കൊടുത്ത് എന്ത് ചെയ്യാം, പഠിക്കാം. അങ്ങനെ നോക്കുന്നത് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HROG റിലേഷൻ, കാപ്പിലറി റൈസ്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ നിങ്ങൾ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ആ തിയറി ടോപ്പിക്കിലുള്ള പോർഷൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഐഡിയ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്
മെയിൻലി ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് മെയിൻലി. പിന്നെ നമുക്ക് ഒരു നീറ്റിന് എക്സാക്ട്ലി സ്പെസിഫൈ ചെയ്ത് എടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്ലാസ് 11 ചോദിച്ചിരിക്കുന്ന പാറ്റേൺസും എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.